അങ്ങനെ ആദർശിന്റെ നയനയോടുള്ള സംസാരത്തിൽ ദേവ്യാനിക്ക് നല്ല സംശയം തോന്നുകയാണ് കേട്ടോ. ഏകദേശം നയന തന്നെയാണ് തനിക്ക് കരൾ തന്ന ആളെന്ന് ദേവ്യാനി അങ്ങ് ഉറപ്പിക്കുന്നുണ്ട്. എന്തായാലും അന്ന് തന്നെ ദേവ്യാനി രണ്ടു കൽപ്പിച്ച് സത്യം അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്തായാലും ഇന്നാണ് ദേവ്യാനി ആ സത്യം അറിയാൻ പോകുന്നത്, സ്വന്തം മരുമകളെ തിരിച്ചറിയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുറ്റബോധം കൊണ്ട് നീറുന്ന ദേവ്യാനെ കാണാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കിടലൻ എപ്പിസോഡാണ്. എന്തായാലും എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവ്യാനി എന്തൊക്കെയോ സംശയത്തിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ആദർശ് നയനയോട് ഫോണിലൂടെ സംസാരിക്കുന്നത് ഈ ആദർശികമായിട്ട് ദേവ്യാനി കേൾക്കാനിടയാകുന്നുണ്ട്. അതിന്റെ പിന്നാലെയാട്ടോ ദേവ്യാനിക്ക് ഈ സംശയങ്ങളൊക്കെ തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നയനയാണോ കരൾ തന്നത്? ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല. എല്ലാരും എന്തിനാ എന്നിൽ നിന്ന് സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? അതിനർത്ഥം ഞാൻ കാണാൻ പാടില്ലാത്ത ഒരാളാണ് എനിക്ക് കരൾ തന്നതെന്നല്ലേ? അല്ലാതെ എനിക്ക് കരൾ എന്ന കുട്ടി എന്നെ കാണാൻ വിസമ്മതിക്കോ? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേസമയം തന്നെ ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവേനി, എന്താടോ താൻ വലിയ ചിന്തയിലാണല്ലോ? ഏയ് ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ. അത്രയ്ക്കും മോശം അവസ്ഥ ആയിരുന്നല്ലേ എൻ്റെത്? അങ്ങനെയല്ല ദേവേനി ഞാൻ പറഞ്ഞത്. വളരെ ദുഃഖം നിറഞ്ഞ ചില നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയത്. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് താൻ വെറുതെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജയേട്ടാ, കൃത്യസമയത്തിന് ആ പെൺകുട്ടി എന്നെ രക്ഷിക്കാൻ എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമാ. അങ്ങനെ കരുതിയാൽ മതി. എന്നാലും ആ കുട്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യാൻ ഞാൻ ആ കുട്ടിയുടെ ആരാ? ഒരു രൂപ പോലും വാങ്ങിക്കാതെ, അതും എന്നെ വന്നത് കാണാതെ ഇത്രയ്ക്കും വലിയ ത്യാഗം ചെയ്യാൻ മാത്രം നമ്മൾ ആ കുട്ടിക്ക് എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബന്ധമോ ആ കുട്ടിയും നമ്മളും തമ്മിലില്ല. പിന്നെ എന്തിന്റെ പേരില ആ കുട്ടി എന്നെ സഹായിച്ചത്? എന്തോ ജേട്ടാ, എനിക്കിതിൽ വിശ്വാസമില്ല. നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ദേവേനി, ഞാൻ പറഞ്ഞതല്ലേ താൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കല്ലേ എന്ന്. ജേട്ടാ, ഓപ്പറേഷൻ കഴിഞ്ഞു വന്നിട്ട് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. എനിക്ക് ആ കുട്ടിയെ കാണണം. നേരിൽ കണ്ടിയില്ലെങ്കിലും മറഞ്ഞെന്നെങ്കിലും കാണണം. അതിന് നിങ്ങൾ ആരെങ്കിലും എന്നെ സമ്മതിച്ചോ? അപ്പോൾ അതെന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമില്ലേ? നിങ്ങൾ ആരെങ്കിലും അത് ചെയ്തു തന്നോ? ദേവേനി, ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊന്ന് കരകയറട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആ കുട്ടിയെ കാണാൻ പോവാം. ജയേട്ടാ, എനിക്കിപ്പോൾ എന്താ കുഴപ്പം? ഇവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ലല്ലോ ആ കുട്ടിയുടെ വീട്ടിലോട്ട്. ആ കാറിൽ ഒന്ന് പോയി കണ്ടിട്ട് വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ ജയം വല്ല വിഷയം മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. ദേവേനി, സമയം ഇത്ര ആയില്ലേ? നീ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഭക്ഷണത്തിന് ശേഷം നിനക്ക് മെഡിസിൻ എടുക്കാനില്ലേ? ജയേട്ടാ, എനിക്കത് നല്ലപോലെ അറിയാം. ഞാൻ ഭക്ഷണത്തിന് ശേഷം മരുന്ന് കഴിച്ചോളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും പറയാനില്ലേ? ആ, എനിക്ക് പറയാനില്ല. പറഞ്ഞോടത്തോളം ഒക്കെ നീ കേട്ടില്ലേ? ഇതിനപ്പുറം എനിക്ക് പറയാനില്ല. തന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി തനിക്ക് എന്റെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് പോട്ടെ. ഇതും പറഞ്ഞ് ജയൻ അവിടുന്ന് ദേഷ്യം പിടിച്ചു പോവാണ്. വീണ്ടും ദേവ്യാനി ഒരേ ഒരു ചിന്തയിലാണ് കേട്ടോ, തനിക്ക് ആരാണ് കരൾ തന്നത്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെ മുത്തശ്ശിയാണ്. മുത്തശ്ശനോ ചോദിക്കുന്നുണ്ട്, അതെ, നമ്മുടെ നയനമോൾ എന്നാ ഇങ്ങോട്ട് വരിക? അറിയില്ലടോ വസുന്ധരെ, നമ്മൾ അവരുടെ മുത്തശ്ശിയല്ലേ. അതുകൊണ്ട് സ്വന്തം മക്കളുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. ദേവ്യാനിയുടെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിച്ചത്, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒരു അത്ഭുതം സംഭവിച്ചില്ലല്ലോ. ചിലപ്പോ ദർശനം കഴിഞ്ഞു വന്ന പാടത്തന്നെ ഒന്നും സംഭവിച്ചില്ലെന്നിരിക്കാം. ഇനിയും സമയമുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകും. അതേസമയം ജയൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അച്ഛാ. ആ ജയ, ഞാൻ നിന്നെ വിളിപ്പിക്കണമെന്ന് കരുതിയതാ. എന്താ അച്ഛാ? കുറച്ച് നേർച്ചകളും വഴിപാടുകളും ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് കഴിക്കണം. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവാൻ എന്തായാലും പറ്റില്ല. ദേവ്യാനിയുടെയും നയനമോളുടെയും പേരില്ല. എന്തായാലും നാളെ പുലർച്ചെ ഞാനും വസുന്ധരയും പോകുന്നുണ്ട്. കൂടെ നീയും ആദർശും വേണം. വേണമെങ്കിൽ അനിയെയും കൂട്ടിക്കോ. ശരി അച്ഛാ, ഞാൻ ആദർശിനെ പറഞ്ഞോളാം. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ജയ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തു പറ്റി? എന്താ ജയ? അത് പിന്നെ അച്ഛാ, ദേവ്യാനിയുടെ കാര്യം തന്നെയാ. ദേവ്യാനിക്ക് എന്തു പറ്റി? ഒന്നും പറയണ്ട അച്ഛാ. ഏത് സമയം തനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞ ഒരേ വാശിയില്ല ദേവ്യാനി. അതിതുവരെ വിട്ടില്ലേ? ഇല്ല അച്ഛാ, എന്തായാലും സ്വന്തം ജീവൻ രക്ഷിച്ച ആളല്ലേ, ആർക്കായാലും കാണണമെന്ന് തോന്നില്ലേ? ആ ഒരു ആഗ്രഹം തന്നെയാ ദേവ്യാനിക്കും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, പക്ഷേ നമ്മളെങ്ങനെ നയനമോളെ കാണിച്ചു കൊടുക്കുക? ചിലപ്പോൾ നയനമോളെ കണ്ടു കഴിഞ്ഞാൽ ദേവ്യാനി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഒന്നാമതേ ദേവ്യാനിയുടെ ഹെൽത്ത് ഒന്നും അത്ര ഓക്കെ ആയിട്ടില്ല. അപ്പൊ ജയം പറയുന്നുണ്ട്, നയനമോളോടുള്ള അമിതമായ വെറുപ്പ് വെച്ച് ചിലപ്പോൾ ദേവ്യാനിയുടെ സ്വന്തം ശരീരത്തോട് തന്നെ വെറുപ്പ് തോന്നുമെന്നാ എന്റെ പേടി അച്ഛാ. എന്തെങ്കിലും ഒരു മാറ്റം ദേവ്യാനിയുടെ മനസ്സിലുണ്ടാക്കണേന്നാ എന്റെ എപ്പോഴത്തെയും പ്രാർത്ഥന.
ആ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതിരിക്കില്ല ജയ. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ മല ചവിട്ടിയത്. എല്ലാം ശരിയാക്കും. ചിലപ്പോൾ പെട്ടെന്ന് അതിനുള്ള പ്രതിഫലം കിട്ടിയെന്ന് വരില്ല. ആ, എല്ലാം നേരെയാകും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ജയ നീ വിഷമിക്കേണ്ട. ദേവ്യാനി മരുമകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദിവസം വരും. ആ ഒരു നിമിഷത്തിനാ ഞാനും നിന്റെ അച്ഛനും ഒക്കെ കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് ജലജ അങ്ങോട്ട് കയറി വരുന്നത്. ഏത് നിമിഷത്തിന്? അച്ഛനും അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? അപ്പം മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഓ വന്നല്ലോ, ഒളിഞ്ഞു കേൾക്കുമായിരിക്കും. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ജലജെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, നമ്മളൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ ആരെങ്കിലും നമ്മുടെ വാക്ക് വിലക്കെടുക്കുന്നുണ്ടോ? അപ്പൊ ജയൻ പറയുന്നുണ്ട്, അതെന്താ, നിനക്കെന്താ ഇവിടെ കുറവ്? ഓ, ഒന്നും പറയണ്ടല്ലോ, ഇവിടെ കുറവേ ഉള്ളൂ. ജയനാണെങ്കിൽ ഇത് കേട്ടപ്പോ ദേഷ്യം വരുന്നുണ്ട്. അതെ, നിനക്കിവിടെ എന്ത് കുറവാനുള്ളത്? ഒന്ന് പറഞ്ഞേ. ഓ, ഞാൻ പറയാനൊന്നില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അതിവിടെ ഉള്ളവർക്കൊക്കെ കുറ്റാ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഇപ്പൊ പറയാനുണ്ടെങ്കിൽ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ്റുമോ? അപ്പൊ ജയൻ പറയുന്നുണ്ട്, ഓ പിന്നെ നീ സുഖവിവരം അന്വേഷിക്കാൻ വന്നതായിരിക്കും. ഇപ്പൊ ഒരാഴ്ച ആയാലും അച്ഛനും അമ്മയും കണ്ടിട്ട്. ഷെടാ, ഇപ്പൊ ഇങ്ങോട്ട് വന്നതായേ കുറ്റം. എങ്കിൽ ശരി, ഞാൻ പോവുക. ഇതും പറഞ്ഞ് ജലജ അവിടുന്ന് പതുക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് അറിയാൻ പറ്റിയില്ല. എന്തായാലും ഏട്ടത്തെയും നയനയെ ചേർത്താ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാത്രം ആ പെണ്ണിനെന്താ പ്രശ്നം? ഇതൊന്നും അറിയാൻ എന്താ ഒരു മാർഗം? ആ, ഒരു മാർഗമുണ്ട്. ഇതും പറഞ്ഞ് ജലജ നേരെ പോകുന്നത് അബിയുടെ നവ്യയുടെ മുറിയിലോട്ടാണ്. എന്നിട്ട് ശക്തിയായി ഡോറിന് മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ആരാ? ദേ ഒന്ന് ചെന്ന് നോക്കി അബി. ഹാ നവ്യ, എന്റെ കാലിന് വയ്യാതിരിക്കുവല്ലേ, നീയൊന്ന് പോയി തുറന്നു കൊടുക്ക്. ഇത് വലിയ കഷ്ടമാണല്ലോ. ഇതും പറഞ്ഞ് നവ്യ ഡോറ് തുറക്കാൻ പോകുന്നുണ്ട്. നിന്റെ അമ്മയാണെന്നാ തോന്നുന്നത്. ഇതും പറഞ്ഞ് നവ്യ ഡോറ് തുറക്കുമ്പോ തന്നെ ജലജ മുന്നിലുണ്ട് കേട്ടോ. ഓ, നീയും ഉണ്ടായിരുന്നോ? അപ്പൊ നവ്യ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്റെ മുറിയിലല്ലാതെ നിങ്ങളുടെ മുറി വന്ന് കിടക്കണോ? ഓ, നീ എവിടെ വേണമെങ്കിലും കിടന്നോ. അബി എവിടെ? എടാ അബി. ആ, അമ്മയായിരുന്നോ? അവന്റെ കാലിന് വയ്യാന്ന് പറഞ്ഞിട്ട് ഏത് സമയം ഈ മുറി തന്നെ കിടപ്പാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. അതിനെങ്ങനെയാ? വ്രതശുദ്ധിയോടാണോ വ്രതം പിടിച്ചത്? അയ്യപ്പനെ കളിയാക്കി അല്ലേടാ നീ വ്രതം പിടിച്ചത്. പിന്നെ നിനക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടാണ്ടിരിക്കും? അമ്മ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താനാണോ വന്നത്? അതിനൊന്നുമല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ ആദ്യം ഒന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്ക്. അമ്മേ, എനിക്ക് നടക്കാൻ വയ്യ, ഒന്ന് എഴുന്നേറ്റ് വാടാ. ദേ, ഒരു കാര്യപ്പെട്ട കാര്യ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവളുടെ മുന്നിൽ നിന്ന് പറയേണ്ടി വരും. എന്താ നിങ്ങൾ അബിയുടെ ചെവിയിൽ ഇങ്ങനെ പെറുപിറുക്കുന്നേ? എനിക്കും അറിയണം, എന്താ കാര്യം? അയ്യോ, ഒന്നുമില്ല. ഞാൻ എൻ്റെ മോനോട് 1-2 സാധനം വാങ്ങിച്ചു തരാൻ പറഞ്ഞതാ. അതാണോ? അത് തന്നെ. എന്തേ, നിന്റെ കയ്യിൽ കാശ് എടുക്കാനുണ്ടോ? നിന്നെ കൊണ്ട് പറ്റുമോ? ആ, എന്തെങ്കിലും ചെറിയതാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂ. നീ ചെറുതൊക്കെ വാങ്ങിയല്ലേ പരിചയം ഉണ്ടാവുകയുള്ളൂ. അതിനനുസരിച്ച കപ്പാസിറ്റി അല്ലേ നിന്റെ ഫാമിലിക്കുള്ളൂ. ദേ, നിങ്ങൾ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാൻ നിങ്ങളോട് മര്യാദയ്ക്കല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് അതുപോലെ എന്നോട് തിരിച്ചു പറഞ്ഞൂടെ? സ്നേഹത്തിൽ നിന്ന് ഇത്രയും നന്ദി നിങ്ങൾക്ക്. നവ്യേ, ഞാൻ നിന്നോട് സ്നേഹത്തിൽ തന്നെയാ നിൽക്കുന്നത്. നീ വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. വഴക്കിന് വന്നതിപ്പം ഞാനാണല്ലോ. നിങ്ങളുടെ മുറിയിലോട്ട് ഇടിച്ചു കയറി വന്നതിപ്പം ഞാനാ. അപ്പൊ അബി പറയുന്നുണ്ട്, നവ്യ നീയൊന്നും മിണ്ടാതിരുന്നേ, എനിക്കിനി നിങ്ങളുടെ കൂടി വഴക്ക് കേൾക്കാൻ വയ്യ. അമ്മേ, ഒന്നങ്ങ് വന്നേ, ഞാൻ വരാം. അപ്പൊ ജലജ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. പോകുമ്പോ തന്നെ നവ്യ ഓരോന്ന് പറഞ്ഞ് പെറുപെറുക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ നവ്യ അബിയോട് പറയുന്നുണ്ട്, അബി പോകുന്നതൊക്കെ കൊള്ളാം. അവരുടെ വാക്ക് കേട്ടിട്ട് വീണ്ടും ഇനി തെറ്റായ വഴിയിലൂടെ പോവല്ലേ. ആ, ഇതും പറഞ്ഞ് അബി അവിടുന്ന് പോവാണ് കേട്ടോ. ഈശ്വര, ഇവൻ എന്തിനാണാവോ ഇപ്പൊ വിളിപ്പിച്ചത്? ഓക്കെ, ഇനി അതൊക്കെ കണ്ടു കാണിക്കുന്നത് ദേവി ഒരു കാറിൽ എങ്ങോട്ടോ പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, മാഡം ഇത് തന്നെയല്ലേ പറഞ്ഞ സ്ഥലം? ആ ഇത് തന്നെ. ആ പിന്നെ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏയ് കുഴപ്പമില്ലേ മാഡം, ഞാൻ ഇവിടെ നിന്നോളാം. ശരി. ഇതും പറഞ്ഞ് ദേവിയനെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവിയനെ കാണാൻ പോകുന്നത് നമ്മുടെ സ്ഥിരം ഡോക്ടറാട്ടോ, പത്രമാറ്റിലുണ്ടാകുന്ന, അതായത് നവ്യൊക്കെ ഡോക്ടറെ കാണിച്ചില്ലേ, ആ ഡോക്ടർ തന്നെയാണ്. എന്തായാലും ദേവിയനെ ആ ഡോക്ടർ മുറിയിലോട്ട് കയറുന്നുണ്ട്. ആ മാഡം, ഇതെന്താ പ്രതീക്ഷിക്കാതെ? ഓഹ്, ഒന്നുമില്ല ഡോക്ടർ. എന്തുപറ്റി? സംസാരത്തിലൊക്കെ ഒരു തളർച്ച പോലെ. മാഡം ഇരിക്കൂ. ദേവിയൻ എങ്ങനെ ഡോക്ടർ മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർക്ക് ഇപ്പൊ തിരക്കാണോ? ഏയ്, ഒരു പേഷ്യന്റിന് കാണാനുണ്ട്. അത് കുഴപ്പമില്ല, മാഡം പറഞ്ഞോളൂ. അല്ല, അർജുനാണി ഡോക്ടർ പൊക്കോ. ഏയ്, അതൊരു ചെക്കപ്പ് നടത്താനാ. അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാലും മതി. അല്ല, എന്തിനാ ഇപ്പം മാഡം വന്നതെന്ന് പറഞ്ഞില്ല? ഡോക്ടർ, എനിക്കൊരു സത്യം അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഈ ഡോക്ടർ ആലോചിക്കുന്നത് മറ്റു ഡോക്ടർ വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ. അതായത് ദേവ്യാനിയുടെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ ഈ ഡോക്ടറേക്ക് വിളിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ദേവ്യാനി നേരത്തെ തന്നെ ആ ഡോക്ടർ വിളിച്ച കാര്യമൊക്കെ. അപ്പൊ ഈ ഡോക്ടർ അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഡോക്ടർ എന്നിങ്ങനെ ദേവ്യാനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ആ മാഡം, ഇപ്പോഴും മാഡം കാര്യം പറഞ്ഞില്ലല്ലോ. അത് സത്യമൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും
എനിക്കൊരു ഉറപ്പ് വരുത്താൻ അതിനാണ് ഞാൻ ഇവിടെ വന്നത്. എന്തു പറ്റി? എന്താ കാര്യം? മേഡം കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാകൂ. എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിയണമെന്നൊരാഗ്രഹം. ആരോട് ചോദിച്ചിട്ടും അവരൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നത്. മേഡം, ഇതിനെല്ലാവരും മേഡത്തിന് മറുപടി തന്നതല്ലേ? ആ ഒരു മറുപടി തന്നെ എനിക്കും തരാനുള്ളൂ. ആ കുട്ടിക്ക് അങ്ങനെ ആരെയും കാണണമെന്നില്ല, പ്രത്യേകിച്ച് മേഡത്തിനെ. ആ കുട്ടിക്ക് ഒരാളെ രക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി മേഡത്തെ രക്ഷിച്ചില്ലേ? അങ്ങനെ ഒരു കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെയാ മേഡത്തിന് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് തരാ? ഈ കാര്യത്തിൽ എനിക്ക് മേഡത്തിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കുഴപ്പമില്ല, എന്തായാലും ആ കുട്ടി സന്തോഷത്തോടെ ഇരുന്നാൽ മതി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, എല്ലാം നേരെയാകും. എന്തായാലും ഒരു ദിവസം മേഡം ആ കുട്ടിയെ കാണും. ഇതും പറഞ്ഞ് ദേവ്യാനിയെ ആ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. പരിശോധനയൊക്കെ കഴിഞ്ഞ പാടെ ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇനി വരണ്ട, കൂടെ ഒരാളെ കൂട്ടുന്നത് നല്ലതാ. ഞാൻ കാറിലാ വന്നത്, പിന്നെ ഇങ്ങോട്ട് കയറേണ്ട ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ആരെയും ബുദ്ധിമുട്ടിക്കാനിത്. അത് കുഴപ്പമില്ല. പിന്നെ മരുന്ന് തീർന്നിട്ടില്ലെങ്കിൽ സ്ഥിരം കഴിക്കുന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി. അത് തീർന്ന 1 മാസത്തേക്കും കൂടി ഉള്ളത് ഇവിടുന്ന് വാങ്ങാം. ശരി. ഇതും പറഞ്ഞ് ദേവ്യാനി തിരിച്ചു പോവാണ് കേട്ടോ. അതേസമയം തന്നെ ദേവ്യാനി ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്തായാലും ഇതേക്കുറിച്ച് അവിടുത്തെ നേഴ്സുമാർക്കൊന്നും അറിയാതിരിക്കില്ലല്ലോ. നയനയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് എന്തുകൊണ്ട് ആ കുട്ടിയാണെന്ന് എന്നെ കൺഫേം ചെയ്തുടാ, ഇത് ദേവ്യാനിക്ക് തോന്നുകയാണ് കേട്ടോ. ഇത് പറഞ്ഞ് ദേവ്യാനി തിരിയുന്നതിനെ കുറച്ച് നേഴ്സിന്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ദേവ്യാനി അവരോട് ചോദിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ദേവ്യാനി നല്ല പരിചയം പോലെ തോന്നുകയാണ് കേട്ടോ. യെസ് മാഡം. എന്താ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏയ്, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് ഇതൊന്ന് തിരക്കാന്ന് കരുതി. എന്താ, എന്തു പറ്റി മാഡം? അത് വേറൊന്നുമല്ല, ഇപ്പം അടുത്ത് ഇവിടെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നില്ലായിരുന്നോ? ആ ലിവർ കൊടുത്ത കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അതിപ്പോ ഞങ്ങൾക്ക് എന്താ അറിയാനാ? അല്ല, ഇതേ ഞാനൊരു കുട്ടിയെ കാണിച്ചു തരാം. ആ കുട്ടി തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താമോ? അത് പിന്നെ വിനീത്. എന്താ? വിനീത്, നീലായിരുന്നു അന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന ആ കുട്ടിയുടെ ചെക്കപ്പ് ഒക്കെ നടത്തിയിരുന്നത്. അതേലോ. എന്തേ? ഒന്നുമില്ല. ദേ, ഈ കുട്ടി തന്നെയാണോ അന്ന് ലിവർ ദാനം നൽകിയത്? നോക്കട്ടെ. അങ്ങനെ ദേവ്യാനി നയനിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അയാള് പറയുന്നുണ്ട്, ഇത് തന്നെ, ഇവര് തന്നെയാ അന്ന് ലിവർ കൊടുത്തത്. അപ്പൊ അയാള് ദേവ്യാനി കണ്ട ഒരു പരിചയം കാണിക്കാൻ കേട്ടോ. അല്ല മാഡം. എന്നാൽ ഇത് കേട്ടപ്പോ ദേവ്യാനകെ ഞെട്ടി തരിച്ചു നിൽക്കാണ്ടോ. ദേവ്യാനിക്ക് ചുറ്റിനുള്ളതൊന്നും ഓർമ്മയില്ല. അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ ദേവ്യാനി കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് ദേവ്യാനി നേരെ പോകുന്നത് ഡോക്ടറുടെ മുറിയിലേക്കാണ്. ഡോക്ടർ. എന്നാൽ ദേവ്യാനിയുടെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മട്ടിൽ നിൽക്കുകയാണ്. ഡോക്ടർ, നിങ്ങളൊക്കെ മറച്ചു വെച്ചത് ഇതായിരുന്നു അല്ലേ? നയനയാണല്ലേ ഡോക്ടർ എനിക്ക് ലിവർ തന്നത്? എന്തിനാ ഡോക്ടർ എന്നോടിത് മറച്ചു വെച്ചത്? അത് മാഡം, നയനയാണല്ലേ എന്നെ സഹായിച്ചത്. ഈശ്വര. ഇതും പറഞ്ഞ് ദേവ്യാനെ അവിടെ ഒരേ ഇരിപ്പിലേക്ക് അറിയാട്ടോ. ഇനി നല്ല ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. ദേവ്യാനെ നേരെ നയനയെ വിളിച്ചുകൊണ്ട് വരാൻ വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡ് ഇന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോ ലൈക്ക് ചെയ്തൊക്കെ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തൊക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.